ഇത്തവണ എന്നെ മന്ത്രിയാക്കിയില്ല. ഞാൻ മണ്ണുമണ്ണുക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശരിയാണോ? പിന്നെ ചുമക്കണം. ഇതെന്നെ പിള്ളേര് കളിയാണ്. ഞാന് പറയാണ് എന്നെ മന്ത്രിയാക്കിയില്ല. നിസ്സാരത്തോടെ അമത്തരായിരുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു നന്നായിട്ട്. എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്റെ കാലും കൈയും തല്ലി ഓടിക്കണം നിങ്ങൾ. എന്റെ അഭിപ്രായമാവാം. നിങ്ങളതാ ചെയ്യണ്ടേ. എനിക്ക് അതിനകത്ത് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നാളെ ഞാൻ ഈ പാർട്ടിക്കെതിരെ 10 വർഷം MLA, അതിൽ 5 വർഷം മന്ത്രി, 28 വർഷം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, 8 വർഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, 40 വർഷക്കാലം സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് വേണ്ട എത്ര സ്ഥാനമെന്ന് കേരള കർഷക സംഘത്തിന്റെ പ്രസിഡന്റ്, കേരള കർഷക സംഘത്തിന് ജില്ലാ സെക്രട്ടറി, ഏതെല്ലാം സ്ഥാനം ഈ പാർട്ടി തന്നു. ഒടുവിൽ ഞാൻ ഈ പാർട്ടിക്കെതിരെ, കക്ഷിക്കെതിരെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊള്ളണമെന്ന് എന്റെ അഭിപ്രായം. വെറുതെ വിടാൻ പാടില്ല. ഞാൻ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? മര്യാദ. ചുമ്മാതല്ല. പെൻഷൻ മേടിച്ച് ഞണ്ണാം. രാജേന്ദ്രന് MLA ആയിരുന്നവർക്കൊക്കെ ഞണ്ണാം. MM മണി നാളെ ചത്തുപോയാലും MM മണിക്ക് പെൻഷൻ കിട്ടും. ചത്തുപോയെന്നാൽ ഭാര്യയ്ക്ക് കിട്ടും. രാജേന്ദ്രനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി 15 വർഷം MLA ആക്കി. പിന്നെ നിന്നെന്നാ തോക്കും. അപ്പൊ തന്നെയല്ല ഒരു കാലം ജനിച്ചപ്പം മുതല് ഇവനെ MLA ആക്കി തോക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കല്ല. ആണുങ്ങളെ കൊണ്ട് വർത്താനം പറഞ്ഞ് ശീലിക്കണം നിങ്ങൾ. തമാശല്ല. ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. ചെയ്താൽ അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചേരുവോ BJP ചേരുവോ ഏത് പൂനായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. ഞങ്ങളത് എല്ലാം നേരിടും. ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ പെണ്ണുപിള്ളക്ക് രാജേന്ദ്രന് പെൻഷൻ മേടിച്ച് തിന്നാൻ ഞണ്ണ തിന്നാവല്ലോ. രാജേന്ദ്രന് തളുപ്പനുണ്ടാക്കിയ വകയാണോ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നൽകിയതല്ലേ. രാജേന്ദ്രൻ കത്തുപോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് പുരുഷൻ കിട്ടുകയല്ലേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം മേടിച്ച് ഞങ്ങളും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളിതെല്ലാം ക്ഷമിക്കുക, സഹിക്കുക.